My name is Muhammad Shaz, architectural designer from LB Architects. നമ്മളെ ക്ലയൻറ്റ് ഒരു വുഡൻ ഫീൽഡിൽ, അതായത് ഒരു ഫർണിച്ചറിൻ്റെ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ലക്ഷറി ഫർണിഷിങ് ഒക്കെയാണ് നമ്മളെ ക്ലയൻറ്റിൻ്റെ ബിസിനസ്. അപ്പോൾ ഒരു മോഡേൺ പ്ലസ് ട്രഡീഷണൽ, അതായത് കുറച്ചൊരു വുഡൻ പാറ്റേൺസ് ഒക്കെ വീടിൻ്റെ ഉള്ളിൽ വേണം എന്നുള്ളൊരു റിക്വയർമെൻറ്റ് നമ്മളെ ക്ലയൻറ്റിന്, അക്ബർ എന്നാണ് ക്ലയൻറ്റിൻ്റെ പേര്, മൂപ്പരാൾക്ക് ഉണ്ടായിരുന്നു. കാലങ്ങളായിട്ട് ഈ മരത്തിൻ്റെ ഫീൽഡിലുള്ള ആളാണ്. പക്ഷെ ഒരുപാട് മരം കൊണ്ട് ഒരുപാട് ഡിസൈൻസ്, അതായത് ഒരുപാട് പാനലിങ് അങ്ങനെയൊന്നുമില്ല, കുറച്ചൊരു മിനിമൽ ആയിരിക്കണം, എന്നാലും ഒരു വുഡൻ എക്സ്പോഷർ അതിൽ കൊണ്ടുവരണം എന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. ഇനി ക്ലയൻറ്റിന് നമുക്കൊരു നിർബന്ധം ഉണ്ടായിട്ടുണ്ടായിരുന്നത്, ഒന്ന് വീടിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ആയി കഴിഞ്ഞാൽ വലിയൊരു ഹാൾ സ്പേസ് നമുക്ക് വേണം എന്നുള്ളത്. അതിൻ്റെ കൂടെ തന്നെ വെന്റിലേഷൻസും വലിയ വിൻഡോസൊക്കെ ആഡ് ചെയ്തിട്ട് നമുക്ക് മാക്സിമം ലൈറ്റ് ഉള്ളിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഈ വീടിൻ്റെ ഉള്ളിലേക്ക് ആക്സസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും, ഭയങ്കര സ്പേഷ്യസ് ആയിട്ട് തോന്നും. ഇത് അറൗണ്ട് 2500 സ്ക്വയർ ഫീറ്റ് വീടുള്ളൂ. പക്ഷേ നമ്മൾ വീടിൻ്റെ ഉള്ളിലേക്ക് സഡൻ ആക്സസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വലിയൊരു ഏരിയ ഉള്ള പോലെ തോന്നും. മാക്സിമം ലാൻഡ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ഒരു കാര്യം വളരെയധികം ശ്രദ്ധിച്ചിട്ടാണ് വീട് എടുത്തത്. അതായത് ഫസ്റ്റ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നമുക്കൊരു കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യരുത്. അപ്പോൾ ബെഡ്റൂംസിനൊക്കെ നമ്മൾ സെപ്പറേറ്റ് ഏരിയയിലേക്ക് മാറ്റിയിട്ട് ഈ ബാക്കിയുള്ള ഒരു ഏരിയ ത്രൂ ഔട്ട് വലിയൊരു ഹാളാക്കിയിട്ട് നമ്മൾ മാറ്റിയെടുത്തതിന് അതിന് ചെറിയ ചെറിയ പ്രൈവസി സെപ്പറേഷൻസ് മാത്രം ഇൻറ്റീരിയറിൽ നമ്മൾ കൊണ്ടുവന്ന്. സ്റ്റഡി റൂമിനായിട്ട് തന്നെ ഒരു റീഡിങ് ഏരിയ സെപ്പറേറ്റ് നമ്മൾ ഒരു അറ്റിക്ക് പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതായത് അത് ഒരു സ്റ്റെയർ കയറി കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ, അതാണ് നമ്മളെ മെയിൻ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. ഈ ഒരു ലിവിങ്ങിലേക്ക് ആക്സസ് ചെയ്ത് നമ്മൾ ടോപ്പിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു നാച്ചുറൽ സിമെൻറ്റിൻ്റെ എക്സ്പോഷർ വിത്ത് വുഡൻ ഫീലിൻ്റെ കൂടെ ആ വുഡൻ ഫ്രെയിമിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരു സ്റ്റഡി ഏരിയ, ആ ഒരു റീഡിങ് ഏരിയ നമുക്കിങ്ങനെ കണ്ണിലിങ്ങനെ കാണാൻ പറ്റും. അതിൻ്റെ മുകളിൽ പോയി ഇരിക്കാനും, അതൊരു ഫ്ലോറ് ഒരു ഹൈറ്റ് സ്റ്റെയർ ലാഡർ വെച്ചിട്ട് നമ്മൾ കയറിയിട്ട് അതിൻ്റെ മുകളിൽ ഇരിക്കാനൊക്കെ ഉള്ളൊരു അങ്ങനെ തന്നെ മാറ്റിയെടുത്തിട്ടുള്ളത് അതിന്.